ഹലോ ചിൽഡ്രൻ, വെൽക്കം ബാക്ക് ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. എല്ലാവരും ദീപമൊക്കെ തെളിച്ചില്ലേ? ഇന്നലെ നമ്മളുടെ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്കുള്ള ദീപം, അതായത് അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കുള്ള ദീപം എല്ലാവരും തെളിച്ചു കാണുമല്ലോ അല്ലേ? ഇവിടെ ഞാനും തെളിച്ചു കേട്ടോ. നമ്മുടെ കോവിഡ് എന്ന വൈറസിൻ്റെ അന്ധകാരത്തിൽ നിന്ന് നമ്മളുടെ ജീവിതമാവുന്ന വെളിച്ചത്തിലേക്കുള്ള ദീപം ഞാനും തെളിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ ടേസ്റ്റായിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ അത് ഈവനിങ്ങിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ നല്ല ടേസ്റ്റോടുകൂടി കഴിക്കുകയും ചെയ്യും. ചായയുടെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റായിട്ടുള്ള സ്നാക്കാണ്. ഇതെല്ലാവർക്കും പരിചയമുള്ളതാണ്. എങ്കിലും ഇതൊരു വെറൈറ്റി ടൈപ്പാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ച് എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ചെറുതായി അരിഞ്ഞ ജിഞ്ചർ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഒന്ന് മൂത്ത് വരുന്ന മണം വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ഒരു പച്ചമുളക് ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെ മണം ഈ അണിയൻ ബജിയിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ വരുന്നത്. അതാണ് ആദ്യമേ ഇഞ്ചി ചേർക്കുന്നത്. ഇനി നമ്മൾക്കൊരു മീഡിയം സവാളയാണ് വലുതാക്കി അരിഞ്ഞത്, അത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വേണ്ട ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് അങ്ങോട്ട് വഴന്ന് പോകണ്ട, ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മാത്രം മതി. ഇനി നമുക്ക് ഒരു ബാറ്റർ ഉണ്ടാക്കാം. ഇതിൽ ഞാനൊരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കൊരു ബൗളിലേക്ക് ഇടാം. ഇനി 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്യാം. മൈദയുമായിട്ട് നന്നായിട്ട് ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ വേണ്ട, ബാറ്ററിന് വേണ്ട ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വീതം വെള്ളം ചേർത്ത് ഇഡ്ഡലി മാവിനേലും കുറച്ചുകൂടി കട്ടിയായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ ഈ ബാറ്റർ കുഴച്ചെടുക്കുക. കണ്ടോ, ഇതാണ് പാകം. ഈ പാകത്തിൽ കുഴച്ചെടുക്കുക. കട്ടിയായി പോയാൽ ബജിക്ക് സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല. ഇനി നമുക്കിത് ആറിയ ഈ സവാളക്കൂട്ടില്ലേ, ആറിയതിന് ശേഷം ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു കുറച്ച് കരിവേപ്പില പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഇത് 1 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിന് ശേഷമാണ് ഇത് കാഞ്ഞ എണ്ണയിൽ വറുത്ത് കോരുന്നത്. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് പതുക്കെ ഒന്ന് കുഴച്ച് കൊടുക്കാം. കണ്ടോ, നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനൊരു കൈ വെച്ച് തന്നെയാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മാവ് എൻ്റെ കൈ നനച്ചതിന് ശേഷം മാവ് എടുത്തിട്ട് ഉള്ളം കൈയിലേക്ക് ആക്കിയിട്ട് തള്ളവിരലുകൊണ്ട് പ്രസ് ചെയ്ത് അതിനകത്തേക്ക് ഇടുകയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ അങ്ങനെയാണ് ശീലിച്ചിരിക്കുന്നത് കേട്ടോ. എൻ്റെ മറ്റേ കൈവെള്ളയിൽ വെച്ചിട്ടൊക്കെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം കുറച്ച് ലൂസായിട്ടാണ് ഞാനിത് ബാറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത്. ബാറ്റർ കട്ടിയായി പോയാൽ ബജിക്ക് സോഫ്റ്റ്നെസ് കുറവായിരിക്കും. അപ്പോൾ പൊങ്ങി വരില്ല പെട്ടെന്ന്. ഇതിപ്പോൾ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് കണ്ടോ. വളരെ സ്മൂത്തായിട്ടുള്ള ബജിയാണിത്. അപ്പോൾ നമുക്കിതുപോലെ എല്ലാം വറുത്ത് കോരാം. അപ്പോൾ ഞാൻ ആ ബജിയെല്ലാം വറുത്ത് കോരിയിട്ടുണ്ട്. വളരെ ടേസ്റ്റായിട്ടുള്ള ഒരു ബജിയാണ് കേട്ടോ. നമ്മൾ സവാളയൊക്കെ വഴറ്റി ചേർക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിൻ്റെ പുറമൊക്കെ നന്നായിട്ട് ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഉള്ളു ഭയങ്കര സോഫ്റ്റുമാണ്. നല്ല വലിഞ്ഞ് വരും ഇങ്ങനെ. കണ്ടോ, നന്നായിട്ട് വലിഞ്ഞ് വരും. ഇത് തണുത്ത് കഴിയുമ്പോൾ മൊത്തത്തിൽ സോഫ്റ്റായിരിക്കും. ചൂടോടുകൂടി പുറം നല്ല ക്രിസ്പിയുമായിരിക്കും, ഉള്ളു സോഫ്റ്റുമായിരിക്കും. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റായിട്ടുള്ള ഒരു അണിയൻ ബജിയാണ്. ഇതൊരു പ്രത്യേക തരത്തിലാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്.
ഇഞ്ചിയൊക്കെ ഏകദേശം ഒപ്പിച്ച് ചേർത്തിട്ടുള്ളതുകൊണ്ട് ഇതിന് ഈ ബജ്ജിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ സവാളയും പച്ചമുളകും എല്ലാം എണ്ണയിൽ വാട്ടിയതുകൊണ്ട് ഇതൊരു പ്രത്യേക തരത്തിലെ ബജ്ജിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുന്നതാണ്. അപ്പോൾ കുട്ടികളും എല്ലാവരുമായിട്ട് വീട്ടിൽ തന്നെ എല്ലാവരും സേഫായിട്ടിരുന്ന് ഇതുപോലുള്ള നല്ല നല്ല സ്നാക്സൊക്കെ ഉണ്ടാക്കി ഈവനിങ്ങിൽ ചായയുടെ കൂടെ കഴിക്കുക. അപ്പോൾ വീണ്ടും ഞാൻ നിങ്ങളുടെ അടുത്ത് വരുന്നത് വരെ ബായ്.